ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡ്. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ കാരണക്കാരനായ വിശുദ്ധൻ. പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയിലെ അവസാന വരി എഴുതിയ ആൾ. 1090 ഫ്രാൻസിലെ ദിജോണിന് സമീപമുള്ള ഒരു കുലീന ബുർഗുണ്ടിയൻ കുടുംബത്തിലെ മൂന്നാമത്തെ മകനായിട്ടാണ് വിശുദ്ധ ബെർണാഡ് ജനിച്ചത്. 1112 മധ്യത്തിൽ ഫ്രാൻസിലെ ബർഗണ്ടിക്കടുത്ത് ഡിഷോണിലുള്ള ഫൊണ്ടൻസ് കോട്ട പെട്ടെന്ന് വിജനമായ പ്രതീതി. സമ്പന്ന പ്രഭു കുടുംബത്തിൽ പിറന്ന ബെർണാഡും അവൻ്റെ 4 സഹോദരന്മാരും ലോകത്തെ പരിത്യജിക്കുവാനും സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുമായി ഒരുങ്ങി നിൽക്കുന്നു. ഏറ്റവും താഴെയുള്ള സഹോദരൻ നിവാർഡിനെ മാത്രം അവർ കൂടെ കൂട്ടിയില്ല. പ്രായമായ പിതാവിനെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. തികഞ്ഞ ദൈവഭക്തിയായ അവരുടെ അമ്മ 6 വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞിരുന്നു. അവർ 4 പേരും വീട്ടിൽ നിന്ന് ഇറങ്ങി അകലുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, കൊച്ചു നിവാഡേ, വിട, ഇനി നമ്മുടെ എല്ലാ സ്ഥലങ്ങളും എസ്റ്റേറ്റുമൊക്കെ നിൻ്റെയാണ് കേട്ടോ. അവനെ ആശ്വസിപ്പിക്കാനെന്നവണ്ണം അവർ വിളിച്ചു പറയുന്നത് കേട്ട് നിവാർഡ് തിരിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതൊട്ടും ശരിയായില്ല. നിങ്ങൾക്ക് സ്വർഗം, എനിക്ക് ഭൂമി മാത്രം. സിറ്റോവിലെ ആശ്രമത്തിലേക്ക് അവനോടുകൂടെ ചേരുവാനായി തൻ്റെ സഹോദരന്മാരെയും അമ്മാവനെയും ബർഗണ്ടിയിലെ 26 ശ്രേഷ്ഠ പ്രഭുക്കന്മാരെയും ബെർണാഡ് പിന്നാലെ നടന്ന് സമ്മതിപ്പിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അവന് 22 വയസ്സായിരുന്നു. ഏറ്റവും മികച്ച സ്കൂളുകളിൽ വിദ്യാഭ്യാസം ലഭിച്ച ബെർണാഡിന് സാഹിത്യം വളരെ ഇഷ്ടമായിരുന്നു. വഴിയോരത്തുള്ള ഒരു പള്ളിയിലെ സന്ദർശനവും ഭാവിയെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനുമുള്ള പ്രാർത്ഥനയും അവൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു. ലോകവും അതിൻ്റെ ആർഭാടങ്ങളും തനിക്കുള്ളതല്ല, തൻ്റെ ഹൃദയം ദൈവത്തിന് മാത്രമെന്നവൻ നിശ്ചയിച്ചു. സിറ്റോയിലെ ആശ്രമത്തിലെ ആബട്ട് സ്റ്റീഫൻ ഹാർഡിങ് ബെർണാഡിനെയും മറ്റ് 31 പേരെയും സ്വീകരിച്ചു. കുറേ കൊല്ലങ്ങളായി അവിടെ പുതിയ നോവിസുമാർ ഉണ്ടായിരുന്നില്ല. തീഷ്ണതയോടെ പുതിയ ബാച്ചിൻ്റെ മേൽനോട്ടം അദ്ദേഹം നിർവഹിച്ചു. 1115 സ്റ്റീഫൻ ബെർണാഡ് 12 പേരെ കൂട്ടി ക്ലെയർവോയിൽ പോയി. ഒരു പ്രഭു കൊടുത്തിരുന്ന സ്ഥലത്ത് ആശ്രമം തുടങ്ങി. അങ്ങനെ 25-ാം വയസ്സിൽ ബെർണാഡ് മഠാധിപനായി. ബെർണാഡ് ആബട്ട് ആയിരിക്കെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ക്ലെയർവോ പ്രകാശത്തിൻ്റെ താഴ്വരയായി മാറി. ബെർണാഡ്, നീ എന്തിനാണ് വന്നത്? ഈ ചോദ്യം വിശുദ്ധനായ ആ ആബട്ട് സ്വയം എന്നും ചോദിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ തീഷ്ണതയോടെയും ഉത്സാഹത്തോടെയും ദൈവത്തെ സേവിക്കുവാനായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെയും വിജ്ഞാനത്തെയും കുറിച്ചറിഞ്ഞ ആളുകൾ ക്ലെയർവോയിലേക്ക് പ്രവഹിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ സന്യാസിമാരുടെ എണ്ണം 100 കണക്കിനായി. 1117 താഴെയുള്ള സഹോദരനും പിതാവും കൂടി ആശ്രമത്തിൽ ചേർന്നു. ആകെയുള്ള ഒരു സഹോദരി സന്യാസിനിയായി കോൺവെൻറ്റിൽ ചേർന്നു. വിശുദ്ധ ബെർണാഡിൻ്റെ മരണത്തിനു മുമ്പ് തന്നെ ജർമ്മനിയിലും സ്വീഡനിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലും പോർച്ചുഗലിലും ഇറ്റലിയിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെയായി 68 ആശ്രമങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രഭാവം മറ്റ് സന്യാസ സഭകളെയും ആത്മീയമായി നവീകരിച്ചു. സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി 5 പ്രാവശ്യമാണ് ബിഷപ്പാവാനുള്ള ക്ഷണം ബെർണാഡ് നിരസിച്ചത്. അദ്ദേഹത്തിൻ്റെ 300ഓളം പ്രഭാഷണങ്ങൾ ലഭ്യമാണ്. ഉത്തമഗീതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പ്രസിദ്ധമാണ്. തെക്കൻ ഫ്രാൻസിലെല്ലാം ആൽബിജൻസിയൻ പാഷാണ്ഡത പടർന്നു പിടിച്ച സമയമായിരുന്നു അത്. കർദിനാൾ ആൽബെറിക് ബെർണാഡിനോട് താഴെപ്പോയി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ പറഞ്ഞപ്പോൾ അസുഖമായി ക്ഷീണിതനായിരുന്നെങ്കിലും അദ്ദേഹം പോയി ബിഷപ്പ് പറഞ്ഞതുപോലെ ചെയ്തു. 1146
പോപ്പ് യൂജിൻ മൂന്നാമൻ്റെ അപേക്ഷ പ്രകാരം യൂറോപ്പിലും ജർമ്മനിയിലും കുരിശു യുദ്ധത്തെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. യൂറോപ്പിലെ അനേകം ഭരണാധികാരികൾക്ക് അദ്ദേഹം എഴുതിയതിൻ്റെ ഫലമായി വിശുദ്ധ നാട്ടിലേക്ക് ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി അനേകം പേരെത്തി. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് കുരിശു യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ ധാർമ്മിക അധപതനം മൂലം അത് പരാജയപ്പെട്ടു. ഇറ്റലിയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ശേഷം കുറച്ച് സന്യാസാർത്ഥികളെ ബെർണാഡ് ക്ലെയർവോയിലേക്ക് കൊണ്ടുവന്നു. അവരിൽ ഒരാളായ പീറ്റർ ബെർണാഡ് പഗനേലി പിന്നീട് മാർപ്പാപ്പയായി യൂജിൻ മൂന്നാമൻ എന്ന പേര് സ്വീകരിച്ചു. കുറച്ച് അന്തർമുഖനും പൊതുജനത്തിൽ വരാൻ മടിയുള്ളവനുമായ പോപ്പിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റേഴ്സ് ഓഫ് കൺസേൺ എന്ന പുസ്തകമെഴുതി. ക്രിസ്തുവിൻ്റെ വികാരിക്ക് വേണ്ട വിശുദ്ധിയെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചുമായിരുന്നു ആ പുസ്തകം. ഹൃദയത്തിൽ തട്ടുന്ന അനേകം എഴുത്തുകൾ അദ്ദേഹത്തിന് ദ ഡോക്ടർ ഫ്ലോയിങ് വിത്ത് ഹണി എന്ന വിശേഷണം സമ്മാനിച്ചു. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന എഴുതിയതും അദ്ദേഹമാണ്. ഏകാന്ത ജീവിതത്തിന് ബെർണാഡ് വളരെ ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും വിജ്ഞാനവും സമാധാനം സ്ഥാപിക്കുവാനുള്ള കഴിവും പ്രസിദ്ധമായതിനാൽ രാജാക്കന്മാർ അവരുടെ തർക്കങ്ങൾ തീർക്കുവാനും മെത്രാന്മാർ രൂപത കാര്യങ്ങളിൽ അഭിപ്രായം ആരായുവാനും മാർപ്പാപ്പമാർ അവർക്ക് ഉപദേശത്തിനുമായൊക്കെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അനേകം സിനഡുകൾ അദ്ദേഹം കൂടേണ്ടതായി വന്നു. 1130 ഹോണോറിയസ് രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ ഇന്നസെൻ്റ് രണ്ടാമൻ പാപ്പയെ തിരഞ്ഞെടുത്തത് ഒരു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. അനക്ലീറ്റസ് രണ്ടാമൻ എന്ന പേരിൽ അവർ വേറെ ഒരാളെ തിരഞ്ഞെടുത്തു. പ്രശ്നം തീർക്കാൻ ഫ്രാൻസിലെ രാജാവ് ഒരു യോഗം വിളിച്ചുകൂട്ടി. ബെർണാഡിനെ അതിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഊഷ്മളമായും വ്യക്തതയോടെയും സംസാരിച്ചതിൻ്റെ ഫലമായി ഇന്നസെൻ്റ് രണ്ടാമൻ പാപ്പയെ എല്ലാവരും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. നന്ദി സൂചകമായി ഇന്നസെൻ്റ് രണ്ടാമൻ മാർപ്പാപ്പ റോമിലേക്കുള്ള യാത്രാമധ്യേ ക്ലെയർവോ സന്ദർശിച്ചു. 1153 ബെർണാഡ് രോഗബാധിതനായി. അതിനിടയിലും ആർച്ച് ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം സമാധാന ശ്രമങ്ങൾക്കായി പോയി. അനുസരണത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് രോഗക്ലേശങ്ങൾ ചെറുതായിരുന്നു. തിരിച്ച് ക്ലെയർവോയിലെത്തിയപ്പോഴേക്കും അദ്ദേഹം വല്ലാതെ വഷളായിരുന്നു. തൻ്റെ ആത്മീയ പുത്രരുടെ സാന്നിധ്യത്തിൽ അന്ത്യകൂദാശകൾ സ്വീകരിച്ചു. 1153 ഓഗസ്റ്റ് 20 ദൈവം ബെർണാഡിനെ നിത്യമഹത്വത്തിലേക്ക് വിളിച്ചു. 1174 21 വർഷം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിയൂസ് എട്ടാമൻ മാർപ്പാപ്പ 1830 വിശുദ്ധ ബെർണാഡിനെ സഭയിലെ വേദപാരംഗതനായി ഉയർത്തി. ക്ലെയർവോയിലെ ഒറ്റപ്പെട്ട ആശ്രമത്തിൽ നിന്നുകൊണ്ട് പടിഞ്ഞാറൻ സഭയെ അദ്ദേഹം നിയന്ത്രിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിനെ തൻ്റെ തോളിൽ വഹിച്ച ആ വിശുദ്ധൻ തൻ്റെ ജീവിത മികവിനാലും സംഭാവനകളാലും ദ ലാസ്റ്റ് ഓഫ് ദ ചർച്ച് ഫാദേഴ്സ് എന്ന് ആദരിക്കപ്പെട്ടു.